ഒരു വലിയ മലയോളം സ്വപ്നം കണ്ടാൽ കുന്നോളം കിട്ടുമെന്നാണ് ചൊല്ല്. പക്ഷേ ഇവിടെ ഒരു കൊച്ചുമിടുക്കി സ്കൂൾ കാലത്ത് തന്നെ ഒരു കൊടുമുടി കീഴടക്കണമെന്ന് സ്വപ്നം കണ്ടു. അത് യാഥാർത്ഥ്യവുമായി. ഇന്ന് ആ കൊച്ചു പെൺകുട്ടി ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ലക്ഷക്കണക്കിന് പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും പ്രതീക്ഷയാവുകയാണ്. അതെ, വി വിഘ്നേശ്വരി IAS. മുത്തച്ഛന്റെ സ്കൂട്ടറിന്റെ പിന്നിൽ ഇരുന്ന് കണ്ട സ്വപ്നം, അച്ഛന്റെയും അമ്മയുടെയും അഭിമാനമാകാൻ കൊതിച്ച ആ പുലിക്കുട്ടി ഇന്ന് വലിയൊരു മാതൃകയാണ്. മാറ്റി നിർത്തിയ ഇടത്തു നിന്നും അഭിമാനമായി മാറണമെന്ന് 10ാം ക്ലാസ്സിൽ തീരുമാനിച്ച ആ പെൺകുട്ടിയുടെ നിശ്ചയദാർഢ്യം ഇന്ന് ഒരുപാട് പേർക്ക് പ്രചോദനമാവുകയാണ്. ഏറ്റവും പ്രധാനം, ഇന്നും ആ ആത്മവിശ്വാസം ഇരട്ടിയിലധികമായി വിഘ്നേശ്വരി IASന്റെ ഒപ്പമുണ്ട് എന്നുള്ളതാണ്. കുടുംബത്തിന്റെ അഭിമാനമായി മാറിയ ഒരു IAS ഉദയം ഇന്ന് കുടുംബശ്രീയുടെ തലപ്പത്ത് ആ സ്വപ്നയാത്ര എത്തി നിൽക്കുകയാണ്. കേരള ഭരണരംഗത്തെ ഏറ്റവും ശ്രദ്ധേയരായ IAS ദമ്പതികളിൽ ഒരാളാണ് വി വിഘ്നേശ്വരിയും NSK ഉമേഷും. തമിഴ്നാട്ടിൽ നിന്നും മധുരയുടെ മണ്ണിൽ നിന്നും ഉയർന്ന സിവിൽ സർവീസിലെത്തി ഇന്ന് കേരളത്തിന്റെ വികസന ഭരണചക്രങ്ങൾ ചലിപ്പിക്കുന്ന ഈ ദമ്പതികളുടെ ജീവിതം ആത്മവിശ്വാസത്തിന്റെയും അർപ്പണബോധത്തിന്റെയും മാത്രമല്ല, പ്രണയത്തിന്റെയും കൂടി മനോഹരമായ ഒരു കഥയാണ്. മധുരയിലെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്നും IAS എന്ന ഉന്നത പദവിയിലേക്ക് എത്തിയ വി വിഘ്നേശ്വരി ഇന്ന് കേരളത്തിന്റെ ഭരണതലത്തിൽ ശ്രദ്ധേയമായ വ്യക്തിത്വമാണ്. കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി ചുമതലയേറ്റ വിഘ്നേശ്വരി അർപ്പണബോധത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഒരു വലിയ പ്രതീകം തന്നെയാണ്. എല്ലാവരും സുരക്ഷിതമായ സൗകര്യങ്ങളിൽ ഒതുങ്ങുമ്പോൾ ചെന്നൈ TCSലെ മികച്ച IT ജോലി ഉപേക്ഷിച്ചാണ് സിവിൽ സർവീസ് എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് വി വിഘ്നേശ്വരി ഇറങ്ങിത്തിരിച്ചത്. അതും നേരത്തെ സൂചിപ്പിച്ചതുപോലെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുത്തച്ഛന്റെ സ്കൂട്ടറിന്റെ പിന്നിലിരുന്ന് കണ്ട ആ കാഴ്ച വിഘ്നേശ്വരിയുടെ മനസ്സിൽ സിവിൽ സർവീസ് എന്ന മോഹം കൊണ്ടുവന്നു. ഹൈക്കോടതി ജഡ്ജിയുടെ ബീക്കൺ ലൈറ്റ് വെച്ച വാഹനത്തിന് ട്രാഫിക് പോലീസ് വഴിയൊരുക്കുന്നത് കണ്ടപ്പോൾ ആ പദവിയിലുള്ള ജോലി അത്രമേൽ ആകർഷകമായി തോന്നി. എന്നാൽ അതിലേറെ ശക്തമായ മറ്റൊരു കാരണവും ഉണ്ടായിരുന്നു. സ്വത്ത് ഭാഗം വെക്കുന്ന വേളയിൽ പെൺമക്കൾ വിവാഹം കഴിച്ചു പോകുന്നവരാണെന്ന അർത്ഥത്തിൽ ബന്ധുക്കൾ സ്വന്തം പിതാവിനെ മാറ്റി നിർത്താൻ ശ്രമിച്ചപ്പോൾ താനും സഹോദരി ഭുവനേശ്വരിയും ആ കുടുംബത്തിന് അഭിമാനമായി മാറണമെന്ന് വിഘ്നേശ്വരി ഉറപ്പിച്ചു. ആ വാശിയാണ് ഇന്ന് അവരെ IAS എന്ന പദവിയിൽ, ഈ ഒരു ഉന്നത പദവിയിൽ എത്തിച്ചിരിക്കുന്നത്. ഒരാൾ ഭരണയന്ത്രം തിരിക്കുമ്പോൾ സഹോദരി ആതുര സേവന രംഗത്തെ മികച്ച ഡോക്ടറായി മാറിക്കഴിഞ്ഞു. സിവിൽ സർവീസ് പരിശീലന കാലയളവിൽ മസൂറിയിലെ അക്കാദമിയിൽ വെച്ചാണ് വിഘ്നേശ്വരിയും സഹപ്രവർത്തകനും കേരള കേഡർ IAS ഓഫീസറുമായ NSK ഉമേഷും പരിചയപ്പെടുന്നത്. മഥുര സ്വദേശികളായിരുന്നിട്ടും അക്കാദമിയിൽ വെച്ചാണ് അവർ ആദ്യമായി കണ്ടുമുട്ടിയത്. ഹിമാലയൻ ട്രക്കിങ്ങിനിടെ തുടങ്ങിയ ആ സൗഹൃദം പിന്നീട് പ്രണയമായി മാറി. വീട്ടുകാരുടെ പൂർണ്ണ സമ്മതത്തോടെ വിവാഹിതരായ ഇരുവരും ഇന്ന് കേരള ഭരണരംഗത്ത് മാതൃകാ ദമ്പതികളാണ്. മാത്രമല്ല, ഭാര്യയ്ക്ക് എല്ലാ പിന്തുണയുമായി ഭർത്താവും, ഭർത്താവിന് എല്ലാ പിന്തുണയുമായി ഭാര്യയുമുണ്ട്. വിഘ്നേശ്വരിയുടെയും ഉമേഷിന്റെയും ദാമ്പത്യം പലപ്പോഴും ഔദ്യോഗിക തിരക്കുകളാൽ നിറഞ്ഞതാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് ലോക്സഭാ മണ്ഡലങ്ങളുടെ വരണാധികാരികളായി പ്രവർത്തിക്കുമ്പോൾ വീട്ടുവിശേഷങ്ങളെക്കാൾ ഏറെ ഭരണപരമായ സംശയങ്ങൾ തീർക്കുന്നതിനെ കുറിച്ചായിരിക്കും പലപ്പോഴും രണ്ടുപേരുടെയും ചർച്ചകൾ. പരസ്പരമുള്ള പിന്തുണയും ചർച്ചകളും കഠിനമായ ചുമതലകൾ നിർവഹിക്കാൻ അവർക്ക് വലിയ ഊർജം തന്നെ നൽകുന്നുമുണ്ട്. ഇടുക്കി കോട്ടയം ജില്ലാ കളക്ടറായും സബ് കളക്ടറായും പ്രവർത്തിക്കുമ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ അടിയന്തരമായി ഇടപെടുന്ന ഉദ്യോഗസ്ഥ എന്ന നിലയിൽ വിഘ്നേശ്വരി ശ്രദ്ധ നേടിയിട്ടുണ്ട്. കോട്ടയം കളക്ടറായിരിക്കെ വിലക്കയറ്റം നിയന്ത്രിക്കാനും അതോടൊപ്പം തന്നെ കാലാവധി കഴിഞ്ഞ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടകൾക്കെതിരെ അതിശക്തമായ നടപടിയെടുക്കാനും അവർ കാണിച്ച ആർജവം ഏറ്റവും കൂടുതൽ ജനങ്ങൾ ചർച്ച ചെയ്ത ഒന്നാണ്. അലസതയില്ലാത്ത ഉത്തരവാദിത്വ ബോധമുള്ള ഒരു ഭരണാധികാരി എന്ന നിലയിൽ കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പദവിയിലും തന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കുകയാണ്. ഈ ജോലിക്കുമപ്പുറം സിനിമയും പാട്ടും ഇഷ്ടപ്പെടുന്ന ഒരു പ്രകൃതം കൂടിയാണ് ഈ ദമ്പതികൾക്ക്. തമിഴ് സിനിമകളോടുള്ള ആരാധനയും AR റഹ്മാന്റെ പാട്ടുകളോടുള്ള ഇവരുടെ ഇഷ്ടവും ഇവരെ കൂടുതൽ ഒന്നിപ്പിക്കുന്നു. മധുരയുടെ പാരമ്പര്യവും കേരളത്തിന്റെ ഔദ്യോഗിക ജീവിതവും ഒത്തുപോകുന്ന അവരുടെ ദാമ്പത്യം സിവിൽ സർവീസിലെ സമ്മർദ്ദങ്ങൾക്കിടയിലും പരസ്പരമുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ട് ഊഷ്മളവുമാണ്. വിഘ്നേശ്വരിയുടെ ഈ യാത്ര വെറുമൊരു IAS വിജയമല്ല,
തങ്ങളെ മാറ്റി നിർത്താൻ ശ്രമിച്ചവർക്ക് മുന്നിൽ സ്വന്തം മികവ് കൊണ്ട് തല ഉയർത്തി നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ അതിജീവനത്തിന്റെയും വിജയത്തിന്റെയും പോരാട്ടത്തിന്റെയും കഥ കൂടിയാണ്. 2015 സിവിൽ സർവീസ് ബാച്ചിലെ 2 പേർ മധുരയിൽ നിന്നുള്ളവരായിരുന്നു, വിഘ്നേശ്വരിയും ഉമേഷും. മസൂറിയിലെ അക്കാഡമിയിൽ വെച്ചാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇരുവരും കണ്ടുമുട്ടിയതും. ട്രക്കിങ്ങിനിടെ തുടങ്ങിയ സൗഹൃദം വലിയൊരു ഗാഠമായ സൗഹൃദമായി മാറി, പിന്നീട് അതിതീവ്ര പ്രണയമായി മാറി. അങ്ങനെ വലിയ ആത്മബന്ധത്തിലേക്ക് കാര്യങ്ങൾ മാറി. ഫോൺ എടുക്കൂ, അമ്മയെ വിളിക്കാം, അവർ സമ്മതിച്ചാൽ പ്രണയിക്കാമെന്ന് ലളിതമായി തുറന്നു പറഞ്ഞ വിഘ്നേശ്വരിയുടെ നിലപാട് പിൽക്കാലത്ത് ഇരുവർക്കും ഒരുമിച്ച് മുന്നേറാൻ കരുത്ത് നൽകി. 2018 വിവാഹിതരായ ഇരുവരും അയൽ ജില്ലകളിലെ കളക്ടർമാരായിരിക്കുമ്പോൾ പോലും തിരക്കുകൾക്കിടയിൽ പരസ്പരം താങ്ങും തണലുമായി. ഇന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാനിയാണ് ശ്രീ ഉമേഷ്. ഭാര്യയും തിരുവനന്തപുരത്തേക്ക് തന്നെ എത്തുന്നു. തമിഴ്നാട്ടിലെ മധുരയിൽ ജനിച്ച് ചെന്നൈയിലെ TCS ജോലി ഉപേക്ഷിച്ച് IAS നേടിയ വിഘ്നേശ്വരി ഇന്ന് കേരളത്തിലെ ഏറ്റവും മികച്ച ഭരണാധികാരികളിൽ ഒരാളായി മാറിയിരിക്കുന്നു. ഇടുക്കി കോട്ടയം ജില്ലാ കളക്ടറായുള്ള അനുഭവ പരിചയം, ടൂറിസം വകുപ്പ് MD ആയുള്ള പ്രവർത്തന മികവ്, ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ അടിയന്തരമായി ഇടപെടുന്ന ഫീൽഡ് ഓഫീസർ എന്ന പേര്, അങ്ങനെ ഒരുപാട് ബഹുമതികൾ അവർ ഇതിനോടകം തന്നെ നേടിക്കഴിഞ്ഞു. കോട്ടയം കളക്ടറായിരിക്കെ സ്വീകരിച്ച നടപടികൾ എന്നും വലിയ ചർച്ചാ വിഷയം തന്നെയായിരുന്നു. വിലക്കയറ്റം നിയന്ത്രിക്കാൻ മിന്നൽ പരിശോധനകൾ നടത്തിയാണ് അന്ന് വലിയ ജനശ്രദ്ധയെ ആകർഷിച്ചത്. അലസതയില്ലാത്ത കൃത്യനിഷ്ഠയുള്ള ഭരണശൈലിയാണ് അവരെ വ്യത്യസ്തയാക്കുന്നതും. കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി ചുമതലയേൽക്കുമ്പോൾ വലിയൊരു ഉത്തരവാദിത്വമാണ് ശ്രീമതി വിഘ്നേശ്വരിയെ കാത്തിരിക്കുന്നത്. സ്ത്രീ ശാക്തീകരണത്തിന്റെ ആഗോള മാതൃകയായ കുടുംബശ്രീയെ കൂടുതൽ ഉയരങ്ങളിലെത്തിക്കാൻ തന്റെ മുൻകാല ഭരണ പാഠവും മികവും ഒക്കെ അവർ ഉപയോഗിക്കുമെന്ന് അവരെ അടുത്തറിഞ്ഞവർക്ക് എല്ലാവർക്കും അറിയാം. മാത്രവുമല്ല, നിലവിൽ വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടറുടെ ചുമതല വഹിക്കുന്ന വിഘ്നേശ്വരിക്ക് കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ പൂർണ്ണ അധിക ചുമതല കൂടി നൽകിയതോടെ ഒരേ സമയം 2 പ്രധാനപ്പെട്ട ഉത്തരവാദിത്വങ്ങൾ. മാറ്റി നിർത്തിയെടുത്ത് അഭിമാനമായി മാറണമെന്ന് അന്ന് 10ാം ക്ലാസ്സിൽ തീരുമാനിച്ച ആ പെൺകുട്ടിയുടെ നിശ്ചയദാർഢ്യം ഇന്നും ഒരുപാട് പേർക്ക് പ്രചോദനമാണ്. സിനിമയും പാട്ടും ഇഷ്ടപ്പെടുന്ന, തമിഴ് സിനിമയിലെയും മലയാള സിനിമയിലെയും മികച്ച ചിത്രങ്ങളെ സ്നേഹിക്കുന്ന ഈ ദമ്പതികൾ ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും തങ്ങളുടെ വ്യക്തിജീവിതം മനോഹരമായി തന്നെ ബാലൻസ് ചെയ്യുന്നുണ്ട്. മധുരയുടെ പാരമ്പര്യം, കേരളത്തിന്റെ അഭിമാനം, ദൈവത്തിന്റെ സ്വന്തം നാട്, അങ്ങനെ ഒത്തുചേർത്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഏതായാലും ഭരണരംഗത്ത് കൂടുതൽ ജനക്ഷേമകരമായ തീരുമാനങ്ങൾ അവർക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഏതായാലും നിശ്ചയദാർഢ്യത്തോടെ കഠിനാധ്വാനത്തിലൂടെ തല ഉയർത്തി ഒരാൾ നെറുകയിലെത്തിയാൽ അതിന് എന്ത് പേരിട്ട് വിളിക്കും? അഭിമാനമെന്നോ, ആവേശമെന്നോ, അതോ പ്രചോദനമെന്നോ? എന്നാൽ ഇതെല്ലാം കൂടി ചേർന്നതാണ് വിഘ്നേശ്വരി IAS എന്ന പെൺസിംഹം. അത് ഓരോ പെൺകുട്ടികൾക്കും അഭിമാനത്തോടെ വീണ്ടും വീണ്ടും ഓർക്കാം. ന്യൂസ് ഡെസ്ക്, മംഗളം TV.